ഹലോ എവരിവൺ. കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊരു വൺ ഷോട്ടിലൂടെ നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. റേറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷനിലുള്ള വ്യത്യാസമാണ്. ഇറ്റ് ഈസ് കോൺസെൻട്രേഷൻ ചേഞ്ച് പെർ ടൈം ആണ്. എപ്പോഴും പെർ ടൈമിലുള്ള കണക്കിനെയാണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നതിനെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് നമുക്ക് എഴുതാം. ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ബൈ ടൈം ടേക്കൺ. എപ്പോഴും റേറ്റ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ പ്ലസ് ഓർ മൈനസ് എന്നൊരു സൈന് നമ്മൾ ഇടാറുണ്ട്. ബിക്കോസ് റിയാക്ടന്റിന്റെ ടേമിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ നെഗറ്റീവ് സൈനും പ്രോഡക്റ്റിന്റെ ടേമിലാണെങ്കിൽ പോസിറ്റീവ് സൈനും കൊടുക്കണം. കാരണം റിയാക്ടന്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പ്രോഡക്ട്സ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് മാത്തമെറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ റേറ്റ് സ്പീഡ് പോസിറ്റീവ് ആണ്. അതിനെ പോസിറ്റീവ് വാല്യൂ ആക്കി നിലനിർത്താൻ നമുക്ക് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എന്ന സൈനുകൾ റിയാക്ടന്റിനും പ്രോഡക്റ്റിനും കൊടുക്കണം. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എഴുതുന്ന സമയത്ത് ഇറ്റ് ഈസ് മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ എ. എന്താണോ നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷനിൽ നമ്മൾ എഴുതിയിരിക്കുന്ന നമ്പർ, അതിന്റെ കോഎഫിഷ്യന്റ്, അത് വെച്ച് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ എഴുതാൻ പറ്റുള്ളൂ. ഈ റേറ്റ് പഠിക്കുമ്പോൾ തന്നെ യൂണിറ്റ് ഓഫ് റേറ്റ് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. യൂണിറ്റ് ഓഫ് റേറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ബൈ ടൈം ആയതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ മോൾ പെർ ലിറ്ററും ടൈം സെക്കൻഡിലുമാണെങ്കിൽ ഇറ്റ് ഈസ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഇനി അഥവാ ഗ്യാഷ്യസ് റിയാക്ഷൻസിന് നമ്മൾ കോൺസെൻട്രേഷൻ പ്രഷർ ആയിട്ടാണ് പറയുന്നതെങ്കിൽ പ്രഷറിന്റെ യൂണിറ്റ് ബൈ ടൈം എന്നിങ്ങനെയുള്ള യൂണിറ്റുകളൊക്കെ നമുക്ക് കൊടുക്കാം. റേറ്റിനെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് രണ്ട് ടൈപ്പ് റേറ്റ് ആണ്. വൺ ഈസ് നോൺ ആസ് ആവറേജ് റേറ്റ് ആൻഡ് ദി അതർ ഈസ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇതിൽ ആവറേജ് റേറ്റിന്റെയും ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെയും ഡെഫിനിഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ പെർ യൂണിറ്റ് ടൈം. നമുക്കൊരു ടൈം ഗ്യാപ്പ് തന്നു കഴിഞ്ഞാൽ എന്താണോ കോൺസെൻട്രേഷനിൽ വരുന്ന ചേഞ്ച്, അതിനെയാണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. അത് ആസ് യൂഷ്വൽ നേരത്തെ നമ്മൾ റേറ്റ് ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റേറ്റിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന രീതി നേരത്തെ ഉള്ളതുപോലെ തന്നെയാണ്. മൈനസ് 1 ബൈ എ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ ബി ഡെൽറ്റ എ ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് 1 ബൈ സി ഡെൽറ്റ സി ബൈ ഡെൽറ്റ ടി എന്നിങ്ങനെ നമുക്ക് എഴുതാം. ഇനി ഒരു ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി റേറ്റ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. ആ ഒരു സമയത്ത് നമുക്ക് എത്രയായിരിക്കും റേറ്റ് എന്ന് പറയണം. നോർമലി നമ്മൾ റേറ്റിന്റെ ഗ്രാഫ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാൻ ഏത് പോയിന്റ് ആണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ചെയ്താൽ മതി. ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്കറിയാം. റേറ്റിന്റെ കേസിൽ കോൺസെൻട്രേഷൻ റിയാക്ടന്റ് ആണെങ്കിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും, പ്രോഡക്റ്റ് ആണെങ്കിൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടേയിരിക്കും. സോ ഇഫ് യു കൺസിഡർ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ്, നമുക്ക് ആരാണ് റിയാക്ടന്റ്? കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നയാൾ റിയാക്ടന്റും കൂടിക്കൊണ്ടേയിരിക്കുന്നയാൾ പ്രോഡക്റ്റുമാണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഗ്രാഫ്. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇപ്പോൾ റിയാക്ടന്റിന്റെ ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള റേറ്റ് ആണ് ചോദ്യമെങ്കിൽ അതാണ് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഈ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ് നമ്മളൊരു ടാൻജന്റ് വരച്ചിട്ട് അതിന്റെ സ്ലോപ്പ് ആയിട്ട് പറയേണ്ടത്. നേരെ മറിച്ച് ആവറേജ് റേറ്റ് ആണെങ്കിൽ നമുക്ക് T1 എന്ന് പറയുന്ന സമയത്തുള്ള കോൺസെൻട്രേഷൻ തരും, അല്ലേ? T2 എന്ന് പറയുന്ന സമയത്തുള്ള മറ്റൊരു കോൺസെൻട്രേഷൻ തരും. അപ്പോൾ ടൈം ഗ്യാപ്പും കോൺസെൻട്രേഷൻ ചേഞ്ചും നമുക്ക് തന്നാൽ ആവറേജ് റേറ്റ് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് മൈനസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. പ്രോഡക്റ്റ് ആണെങ്കിൽ പ്ലസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഗ്രാഫിൽ നിന്ന് ആവറേജ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് റേറ്റിനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യ ഭാഗങ്ങളിൽ നിങ്ങൾ എപ്പോഴും റേറ്റിന്റെ ഡെഫിനിഷൻ, റേറ്റിന്റെ യൂണിറ്റ്, അതുപോലെ റേറ്റിനെ എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം, എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് റേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ബോർഡ് എക്സാമിന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. വാട്ട് ഈസ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ, ആവറേജ് റേറ്റ് എന്താണ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്താണ്. അതേപോലെ നിങ്ങൾക്കൊരു ചോദ്യത്തിൽ ടൈം ഗ്യാപ്പും കോൺസെൻട്രേഷനിലുള്ള ചേഞ്ചും തന്നു കഴിഞ്ഞാൽ ആവറേജ് റേറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. കോൺസെൻട്രേഷൻ ചേഞ്ച് ബൈ ടൈം എടുത്താൽ മതി. ആൻഡ് സിമിലർലി സി അനദർ ക്വസ്റ്റ്യൻ, റേറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ നമ്മൾ പറഞ്ഞതുപോലെ ബാലൻസ്ഡ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആ നമ്പറുകളെ, കോഎഫിഷ്യന്റുകളെ വെച്ച് ഡിവൈഡ് ചെയ്യാൻ മറക്കരുത്. സോ ഇതൊക്കെയാണ് ആദ്യത്തെ ഭാഗത്തിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ആൻഡ് നൗ റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓൺ പ്രൊസീഡിങ് അടുത്ത ചോദ്യം വാട്ട് ആർ ദി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റേറ്റ് ആണ്. സ്പീഡിനെ സ്വാധീനിക്കുന്ന, എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് റിയാക്ടിംഗ് സ്പീഷീസിന്റെ നേച്ചർ, കോൺസെൻട്രേഷൻ,
ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ് ആൻഡ് എക്സ്പോഷർ ടു ലൈറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻസ്. ഇത്രയും ഫാക്ടേഴ്സിൽ നമ്മൾ പഠിക്കുന്ന ഫാക്ടേഴ്സ് എല്ലാം ഒന്ന് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ ആൻഡ് കാറ്റലിസ്റ്റിന്റെ എഫക്റ്റ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കോൺസെൻട്രേഷൻ ഒരാളുടെ സ്പീഡിനെ, ഒരു റിയാക്ഷന്റെ റേറ്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് റേറ്റ് എക്സ്പ്രഷനിലൂടെയാണ്. ആൻഡ് വാട്ട് ഈസ് റേറ്റ് എക്സ്പ്രഷൻ? ഓരോ കോൺസെൻട്രേഷന്റെയും ഡിപ്പെൻഡൻസ് ആണ് റേറ്റ് എക്സ്പ്രഷനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്നു, എ പ്ലസ് ബി ഗിവിംഗ് സി പ്ലസ് ഡി. അതിന്റെ സ്പീഡ് ഓർ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ് ബി റേസ് ടു വൈ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എക്സും വൈയും സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റിനോട് ചിലപ്പോൾ ഈക്വൽ ആകാം, ചിലപ്പോൾ ഈക്വൽ ആവില്ല. അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് മേ ബി എ പ്ലസ് ബി ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലാതിരിക്കാം. എനിവേ, ഈ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ കോൺസെൻട്രേഷന്റെ ഡിപ്പെൻഡൻസ് കണ്ടുപിടിക്കുന്നത് എക്സ്പെരിമെന്റലി ആണ്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. തിയററ്റിക്കലി നമുക്കൊരിക്കലും ഇതിന്റെ ഓർഡർ പറയാൻ സാധിക്കില്ല. എക്സ്പെരിമെന്റലി ആണ് ഓരോ റിയാക്ഷന്റെയും റേറ്റും കോൺസെൻട്രേഷനും തമ്മിലുള്ള ഡിപ്പെൻഡൻസ് പറയാം. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന എക്സ് ആൻഡ് വൈ, എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ദി റിയാക്ടന്റ് എ. വൈ ഈസ് നോൺ ആസ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ദി റിയാക്ടന്റ് ബി. എക്സും വൈയും കൂടി ആഡ് ചെയ്താൽ നമ്മൾ പറയും ദാറ്റ് ഈസ് ദി ഓർഡർ ഓഫ് ദി റിയാക്ഷൻ. അപ്പൊ അടുത്ത ചോദ്യം ഓർഡറിനെ ഡിഫൈൻ ചെയ്യാനാണ്. ഓർഡർ എന്ന് പറയുന്നത് ഒരു റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതിയാൽ, റേറ്റിന്റെ ഡിപ്പെൻഡൻസ് എഴുതിയിരിക്കുന്ന ഈ എക്സ്പ്രഷനെയാണ് നമ്മൾ റേറ്റ് ലോ ഓർ റേറ്റ് ഇക്വേഷൻ ഓർ റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുക. റേറ്റ് എക്സ്പ്രഷനിൽ വരുന്ന പവേഴ്സിനെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഓർഡർ. അതുകൊണ്ട് ഓർഡറിന്റെ ഡെഫിനിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറ്റ് ഈസ് ദി സം ഓഫ് ദി പവേഴ്സ് or exponents to which the concentration terms are raised in the rate law expression. ആ റേറ്റ് ലോ എക്സ്പ്രഷനിൽ വരുന്ന പവേഴ്സിനെയാണ് നമ്മൾ പറയുക. റേറ്റ് ലോ എക്സ്പ്രഷനിൽ ഓർഡർ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ആൻഡ് വാട്ട് ഈസ് കെ ഹിയർ? കെ ഈസ് നോൺ ആസ് റേറ്റ് കോൺസ്റ്റന്റ്. അപ്പൊ നിങ്ങളോട് റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതാൻ ചോദിച്ചാൽ ഒരു ഇക്വേഷന്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതിയിട്ട് ആർ എന്താണ്, കെ എന്താണ്, എക്സും വൈ എന്താണെന്നുള്ളത് കൂടി നമ്മൾ എപ്പോഴും സൂചിപ്പിക്കണം. കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. റേറ്റ് കോൺസ്റ്റന്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും കോൺസെൻട്രേഷൻ 1 ആണെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. നമ്മൾ അതിനെ സ്പെസിഫിക് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്നും പറയും. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റിനെ ഡിഫൈൻ ചെയ്യുന്നതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേറ്റ് വെൻ ഓൾ ദി കോൺസെൻട്രേഷൻസ് ആർ യൂണിറ്റി. എല്ലാവരുടെയും കോൺസെൻട്രേഷൻ 1 ആണെങ്കിലുള്ള റേറ്റിനെയാണ് നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്, ഓർ സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ്. ഓക്കെ, അപ്പോൾ നേരത്തെ റേറ്റിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചു മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഇഫ് യു ടേക്ക് റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓർഡറിനെ ഞാൻ n എന്ന് വിളിച്ചാൽ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ഇറ്റ് ഈസ് മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. റേറ്റ് കോൺസ്റ്റന്റ് എന്താണെന്നും അതേപോലെ ഫസ്റ്റ് ഓർഡറിന്റെയും സീറോ ഓർഡറിന്റെയും ഒക്കെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റുകൾ നമുക്ക് ചോദിക്കാം. ഓർഡർ ഞാൻ എടുത്തിരിക്കുന്നത് 1 ആണെങ്കിൽ വിച്ച് മീൻസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, എനിക്ക് കിട്ടുന്ന യൂണിറ്റ് ഓഫ് കെ സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കും. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ യൂണിറ്റ് ഓഫ് കെ എന്ന് പറയുന്നത് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു യൂണിറ്റ് ഓഫ് റേറ്റ്. അപ്പോൾ അവിടെ റേറ്റിന്റെ അതേ യൂണിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. റേറ്റ് കോൺസ്റ്റന്റിന്റെയും റേറ്റിന്റെയും യൂണിറ്റ് സെയിം ആണെങ്കിൽ അതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ റേറ്റ് കോൺസ്റ്റന്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയണം. ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഫിക്സഡ് വാല്യൂ ആണ്. ഓക്കെ, ഒരു റിയാക്ഷൻ ഒരു ഡെഫിനിറ്റ് റേറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും ഉണ്ടാവുക അറ്റ് പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എന്നുള്ളത് മനസ്സിലാക്കുക. ഒരിക്കലും ഇത് നമ്മുടെ കയ്യിലുള്ള കോൺസെൻട്രേഷനുമായിട്ട് ബന്ധമില്ല. എന്നാൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് റേറ്റ് കോൺസ്റ്റന്റ് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. കോൺസെൻട്രേഷനുമായിട്ട് റേറ്റ് കോൺസ്റ്റന്റിന് യാതൊരു ബന്ധവുമില്ല. റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് റേറ്റ് കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയുള്ള തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസിനുള്ള ചാൻസസ് ഒന്ന് റേറ്റ് ലോ എന്താണ് റേറ്റ് ലോ, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, നമ്മൾ എക്സ്പെരിമെന്റിലാണ് അത് കണ്ടുപിടിച്ചിരിക്കുന്നത്.
ഡിഫൈൻ സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ്. റേറ്റ് കോൺസ്റ്റന്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. റേറ്റ് കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുക. ഐഡന്റിഫൈ ദി ഓർഡർ, അതായത് യൂണിറ്റ് തന്നിട്ട് ഓർഡർ കണ്ടുപിടിക്കാൻ ചോദിക്കും. എന്ത് ചെയ്താൽ മതി? ലിറ്ററിന്റെ പവർ നോക്കി 1 ആഡ് ചെയ്താൽ നമുക്ക് ഓർഡർ കിട്ടുന്നതാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഒരു റേറ്റ് ലോ എക്സ്പ്രഷൻ തന്നിട്ട് വാട്ട് ഈസ് ദി ടോട്ടൽ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ, ടോട്ടൽ ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇവിടെയുള്ള പവേഴ്സിനെ ആഡ് ചെയ്യണം. ഇങ്ങനെ ഡെഫിനിഷൻസും റേറ്റ് ലോയും ഓർഡേഴ്സും കെയുടെ പ്രത്യേകതകളൊക്കെ ആയിരിക്കും ഈ സെക്ഷനിൽ നമുക്ക് വരുന്ന ചോദ്യങ്ങൾ. ഇനി അടുത്തതായി നമുക്ക് വരുന്നത് മോളിക്കുലാരിറ്റി ആൻഡ് ഓർഡർ ആണ്. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ A+B ഗിവിംഗ് C എന്ന് എഴുതിയാൽ എയും ബിയും കൂടി ആഡ് ചെയ്താണ് നമുക്ക് C കിട്ടുന്നത്. സോ മോളിക്കുലാരിറ്റി ആക്ച്വലി ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് കൊല്യൂഷൻസ് ആണ്. ഇറ്റ് ഈസ് ദി സൈമൾട്ടേനിയസ് കൊല്യൂഷൻ ഹാപ്പനിങ് വിച്ച് ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ്. ഒരു റിയാക്ഷനിൽ പ്രോഡക്റ്റ് ഉണ്ടാകുന്നതിന് വേണ്ടി റിയാക്റ്റന്റുകൾ എത്രമാത്രം കൂടിച്ചേരുന്നു, കൊളൈഡ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് മോളിക്കുലാരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ബോർഡ് എക്സാമിന് എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ് ഡിഫറൻഷിയേറ്റ് മോളിക്കുലാരിറ്റി ആൻഡ് ഓർഡർ. മോളിക്കുലാരിറ്റി നമുക്കൊരു ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതാൻ വേണ്ടി സാധിക്കും. ഇത് പറയുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 ടേം ആണ് കോംപ്ലക്സ് റിയാക്ഷൻസ് ആൻഡ് എലിമെന്ററി റിയാക്ഷൻസ്. നമ്മളൊരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ റിയാക്ഷൻസ് സിംഗിൾ സ്റ്റെപ്പിൽ നടക്കും. 1 സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ആകുന്ന റിയാക്ഷൻസ്, 1 സ്റ്റെപ്പ് മാത്രം മതിയാവുന്ന റിയാക്ഷൻസിനെയാണ് എലിമെന്ററി റിയാക്ഷൻസ് എന്ന് പറയുക. എന്നാൽ കോംപ്ലക്സ് റിയാക്ഷൻസ് മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻസ് ആണ്. ഒന്നിലധികം സ്റ്റെപ്പുകൾ ആവശ്യമായിട്ട് വരും. എലിമെന്ററി റിയാക്ഷൻസിന് നമുക്ക് ഈസി ആയിട്ട് മോളിക്കുലാരിറ്റി പറയാം. കാരണം ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, അതിൽ കൊളൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണമാണ് മോളിക്കുലാരിറ്റി. എന്നാൽ ഒരു കോംപ്ലക്സ് റിയാക്ഷനിൽ കുറേ സ്റ്റെപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഓവറോൾ മോളിക്കുലാരിറ്റി ഫോർ എ കോംപ്ലക്സ് റിയാക്ഷൻസ് നമ്മൾ പറയാറില്ല. ഇതിൽ ഏറ്റവും പ്രധാനം മോളിക്കുലാരിറ്റിയുടെ ഡെഫിനിഷൻ ആണ്. ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് that undergo simultaneous collision in the reaction എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഓർഡർ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ദി സം പവേഴ്സ് ഓഫ് ദി കോൺസെൻട്രേഷൻ എക്സ്പ്രഷൻസ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. മോളിക്കുലാരിറ്റി തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. ഇത് എക്സ്പെരിമെന്റിലി ആണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. മോളിക്കുലാരിറ്റി നമ്പർ ഓഫ് കൊളീഷൻസ് ആയതുകൊണ്ട് തന്നെ ഫ്രാക്ഷൻ വാല്യൂസ് പറ്റില്ല. എന്നാൽ ഓർഡറിന്റെ ഫ്രാക്ഷൻ വാല്യൂസും നെഗറ്റീവ് വാല്യൂസും സീറോയും ഒക്കെ പോസിബിൾ ആണ്. മോളിക്കുലാരിറ്റി കനോട്ട് ബി സീറോ. കാരണം മോളിക്കുലാരിറ്റി 0 എന്ന് പറഞ്ഞാൽ 0 കൊളീഷൻ എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓർഡർ നമ്മൾ എക്സ്പെരിമെന്റിലാണ് കണ്ടുപിടിക്കുന്നത്. മെക്കാനിസത്തെ പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞു തരും. പക്ഷെ മോളിക്കുലാരിറ്റി അതൊന്നും പറഞ്ഞു തരുന്നില്ല. അത് ജസ്റ്റ് ഒരു സ്റ്റെപ്പിൽ എത്രമാത്രം ആൾക്കാർ കൊളൈഡ് ചെയ്യുന്നു എന്ന കണക്കിനെയാണ് പറഞ്ഞു തരിക. വൺസ് യു നോ മോളിക്കുലാരിറ്റി ആൻഡ് ഓർഡർ, പിന്നെ നമ്മൾ ഓർഡേഴ്സിൽ തന്നെ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടേം ഉണ്ട്. സ്യൂഡോ ഓർഡർ റിയാക്ഷൻസിന്റെ പ്രത്യേകത, നമ്മൾ വിചാരിക്കും ഇത് ഹയർ ഓർഡർ ആണ്, ബട്ട് ആക്ച്വലി ഇറ്റ് ഫോളോസ് ലോവർ ഓർഡർ. ഇങ്ങനെ സ്യൂഡോ ഓർഡർ റിയാക്ഷന്റെ ഡെഫിനിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ് ആർ ദ റിയാക്ഷൻസ് വിച്ച് അപ്പിയേഴ്സ് ടു ബി ഓഫ് ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഫോളോസ് ലോവർ ഓർഡർ. എന്താണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്നും അതിന്റെ എക്സാമ്പിൾസും പഠിക്കണം. ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ ആൻഡ് ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ആണ്. കാരണം നമ്മൾ അതിന്റെ റേറ്റ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ അതിൽ സോൾവെന്റ് എക്സസ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ ഒഴിവാക്കാവുന്നതാണ്. അതുകൊണ്ട് ഇവിടുന്ന് വരുന്ന ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ് മോളിക്കുലാരിറ്റി? എന്തുകൊണ്ട് മോളിക്കുലാരിറ്റി 3ൽ കൂടുതലാകാൻ പറ്റില്ല? കാരണം 3ൽ കൂടുതൽ ആൾക്കാരുടെ കൊളീഷൻസ് പോസിബിൾ അല്ല. റൈറ്റ് എനി 3 point of differences between order and molecularity. What are elementary and complex reactions? What are pseudo order reactions? Give examples of pseudo first order reactions. അപ്പോൾ ഇതൊക്കെ ഡെഫിനിഷൻസ് ആൻഡ് എക്സാമ്പിൾസ് ഡിഫറൻഷിയേറ്റിംഗ് ഒക്കെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 0 ഓർഡറും ഫസ്റ്റ് ഓർഡറും പഠിച്ചു. 0 ഓർഡർ റിയാക്ഷൻസിനെ R is equal to K into concentration of reactant raised to 0 എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ അവിടെ റേറ്റ് ഫിക്സഡ് ആണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു റിയാക്ഷൻ R ഗിവിംഗ് P ആണ് തരുന്നതെങ്കിൽ റേറ്റ് ഈസ് -dR/dt. ഇതിൻ്റെ ഡെറിവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് റേറ്റ് ഈസ് ഈക്വൽ ടു -dR/dt ഈസ് ഈക്വൽ ടു K എന്ന് നമുക്ക് എഴുതാം. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കിനി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടി -dR ഈസ് ഈക്വൽ ടു K/dt കൊടുക്കുന്നു. ആൻഡ് നൗ ഇൻ്റഗ്രേറ്റ്. അങ്ങനെ ഇൻ്റഗ്രേഷൻ ചെയ്തതിന് ശേഷം
നമ്മൾ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനീഷ്യലി R0യും 6 വരെയാണ് DR-ൻ്റെ റിയാക്റ്റൻറ്റിൻ്റെ വാല്യൂസിലുള്ള ചേഞ്ച്. ഇനീഷ്യൽ സമയം 0വും Tയും ആണ്. ഇൻ്റഗ്രേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് -R ഫ്രം R0 to R is equal to K into T from 0 to T. അപ്പോൾ എനിക്ക് ഇതിൽ കിട്ടുന്നത് R0 minus R is equal to KT or R0 KT is equal to R0 minus R or R0 minus RT. ഇങ്ങനെ or K is equal to R0 minus R by T. ഇങ്ങനെ നമുക്ക് കെയുടെ എക്സ്പ്രഷൻ വരെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് പ്രധാനമാണ്. ഡെറിവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എഴുതിയ അതേ സ്റ്റെപ്പ് പോലെ നിങ്ങൾ ഡിറൈവ് ചെയ്യണം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ സിമിലർലി R ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് R റേസ് ടു 1. R ഗിവിംഗ് പ്രോഡക്റ്റ് എന്ന റിയാക്ഷനിൽ റേറ്റ് ഈസ് ഈക്വൽ ടു -dr by dt. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം -dr by dt ഈസ് ഈക്വൽ ടു K ഇൻറ്റു R എന്ന് നമുക്ക് എഴുതാം. ഇതിൽ 6 വരുന്ന ടേമുകളെ ഒരുമിച്ച് എഴുതിയാൽ -dr by R ഈസ് ഈക്വൽ ടു K dt എന്നും. ഇനി നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ln R ഈസ് ഈക്വൽ ടു -KT പ്ലസ് ln R0. സോ ദാറ്റ് ഈസ് യുവർ ഫൈനൽ ഇക്വേഷൻ. ഓർ KT ഈസ് ഈക്വൽ ടു ln R0 by R or K is equal to 1 by T ln R0 by R. നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി നാച്ചുറൽ ലോഗരിതം അല്ല ലോഗ് ടു ദ ബേസ് 10 എടുക്കുമ്പോൾ 2.303 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ K is equal to 2.303 by T log R0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ബൈ കോൺസെൻട്രേഷൻ അറ്റ് ദ ടൈം T. ഇതാണ് കിട്ടുക. സീറോ ഓർഡറിൻ്റെയും ഫസ്റ്റ് ഓർഡറിൻ്റെയും ഇൻ്റഗ്രേറ്റഡ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വൺസ് യു ഹാവ് ദി ഇൻ്റഗ്രേറ്റഡ് ഇക്വേഷൻ നമുക്കിനി ഇതിനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിലാണെങ്കിൽ ln R വേഴ്സസ് T ചെയ്യുമ്പോൾ നെഗറ്റീവ് സ്ലോപ്പ് കിട്ടുന്നു. വേർ നെഗറ്റീവ് സ്ലോപ്പിൻ്റെ സ്ലോപ്പ് ഈസ് -K. ലോഗ് R വേഴ്സസ് T ആണെങ്കിൽ സ്ലോപ്പ് -K by 2.303 നമുക്ക് കിട്ടും. ഇനി ഞാൻ ln R0 by പല രീതിയിൽ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ചെയ്യാം. ln R0 by R is equal to KT ആണ് വരക്കുന്നതെങ്കിൽ യു ഗെറ്റ് എ പോസിറ്റീവ് സ്ലോപ്പ്. ഓക്കെ. ഓർ ലോഗ് R0 by R is equal to KT by 2.303 ആണെങ്കിൽ അഗെയിൻ യു ആർ ഗെറ്റിംഗ് എ പോസിറ്റീവ് സ്ലോപ്പ്. പല രീതിയിൽ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൽ ഡെറിവേഷൻ ആണ് ഏറ്റവും പ്രധാനം. ഓക്കെ. ഡെറിവേഷൻ ആൻഡ് ഫൈനൽ ഇക്വേഷൻ. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ അത് കഴിഞ്ഞ് നമ്മൾ കാണും. ആൻഡ് അതിൻ്റെ ഡെഫിനിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ 50% കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. സോ അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ in which the concentration becomes half of the initial concentration. നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന കോൺസെൻട്രേഷൻ R ആണെങ്കിൽ R0 ആണെങ്കിൽ അത് അതിൻ്റെ പകുതിയാകാൻ എടുക്കുന്ന സമയം എത്ര എന്നുള്ളതാണ് ഹാഫ് ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഹാഫ് ലൈഫ് ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. RT ഈസ് ഈക്വൽ ടു R0 മൈനസ് R. ടൈം T½ സമയമാണെങ്കിൽ നമ്മുടെ ആ സമയത്തുള്ള കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് R0 by 2 ആണ്. അത് പകുതിയായി കഴിയും. നമ്മളിവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും K ഇൻറ്റു T½ ഈസ് ഈക്വൽ ടു R0 മൈനസ് R0 by 2 നമ്മൾ ചെയ്യുന്നു. Therefore T½ ഈസ് ഈക്വൽ ടു R0 by 2K. ഇത് ഡിറൈവ് ചെയ്യണം. സീറോ ഓർഡറിൻ്റെ കേസ് ഡിറൈവ് ചെയ്തതുപോലെ ഫസ്റ്റ് ഓർഡറും ഡിറൈവ് ചെയ്യാൻ പറ്റണം. കാരണം അവിടെ KT ഈസ് ഈക്വൽ ടു 2.303 ലോഗ് R0 by R ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓർ RT. ടൈം T½ സമയമാണെങ്കിൽ R എന്ന് പറയുന്നത് അല്ലെങ്കിൽ R ആ സമയത്തുള്ള റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് R0 by 2 ആവും. സോ K ഇൻറ്റു T½ ഈസ് ഈക്വൽ ടു 2.303 ലോഗ് R0 by R0 by 2. അപ്പോൾ ലോഗ് 2 ആയി. സോ ദിസ് ഈസ് 2.303 ലോഗ് 2. ലോഗ് 2ൻ്റെ വാല്യൂ 0.3010 ആണ്. സോ ദിസ് ഈസ് 0.693 ഓർ T½ ഈസ് ഈക്വൽ ടു 0.693 by K. രണ്ടുപേരുടെയും T½ ഈ ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കണം. അതുപോലെ ഡിറൈവ് ചെയ്യുന്നതും പഠിക്കണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ T½ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്
സീറോ ഓർഡറിനെ സംബന്ധിച്ച് ടി ഹാഫ് എന്ന് പറയുന്നത് R0/2k ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. എന്നാൽ ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇത്രയും കാര്യങ്ങൾ സീറോ ഓർഡറിനും ഫസ്റ്റ് ഓർഡറിനും നമ്മൾ പഠിക്കുന്നു. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിനി സീറോ ഓർഡറിൻ്റെയും ഫസ്റ്റ് ഓർഡറിൻ്റെയും 1-2 എക്സാമ്പിൾസ് കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് അഥവാ ലൈറ്റിൻ്റെ പ്രസൻസിൽ വരുന്ന റിയാക്ഷൻസ്, കോമ്പിനേഷൻ റിയാക്ഷൻസ് എപ്പോഴും സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിൽ N2O5ൻ്റെ ഡീകമ്പോസിഷൻ, H2O2ൻ്റെ ഡീകമ്പോസിഷൻ, ഓൾ റേഡിയോ ആക്റ്റീവ് DQ ഒക്കെ എക്സാമ്പിൾ ആണ്. ഇതേപോലെ നമുക്ക് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സിന് എക്സാമ്പിൾ നമ്മുടെ സാപ്പോണിഫിക്കേഷൻ, എസ്റ്റർ സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ അതിൻ്റെ എക്സാമ്പിൾ ആണ്. എസ്റ്ററിൻ്റെ ബേസിൻ്റെ പ്രസൻസിലുള്ള ഹൈഡ്രോളിസിസ് ഓർ സാപ്പോണിഫിക്കേഷൻ. ആൻഡ് തേർഡ് ഓർഡർ ഫ്രാക്ഷൻ ഓർഡർ റിയാക്ഷൻസ് നമുക്ക് അങ്ങനെ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. H2+Br2 giving 2HBr എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓർഡർ റിയാക്ഷൻസ് ആണ്. അതിൽ എസ്പെഷ്യലി സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു വെക്കുക. അങ്ങനെ ഇത്രയും ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫസ്റ്റ് ഓർഡറിന് ഡിറൈവ് ചെയ്യാൻ ചോദിക്കുന്നു. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാസ് എ റേറ്റ് കോൺസ്റ്റന്റ് തന്നു. ഹൗ ലോങ് വിൽ 5 gram റിയാക്ടൻ വിൽ ടേക്ക് ടു റെഡ്യൂസ് ടു 3 gram? അപ്പം നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. KT = 2.303 log R0/RT എന്നുള്ള രീതിയിൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്യണം. ലോഗ് 1 to 10 വരെയുള്ള വാല്യൂസ് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. എങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടി സീറോ ഓർഡർ ഫസ്റ്റ് ഓർഡർ ചോദിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ചില ആൾക്കാരുടെ ടൈം ടേക്കൺ ഫോർ 99.9% ഈസ് ഈക്വൽ ടു 10 times T½ എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ ചോദിക്കും. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് 99.9%ൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതുക, അതുപോലെ T½ എക്സ്പ്രഷൻ എഴുതുക. ആ രണ്ട് പേരുടെയും ടൈമിൻ്റെ എക്സ്പ്രഷൻ എഴുതിയിട്ട് കമ്പയർ ചെയ്ത് നമുക്കത് പ്രൂവ് ചെയ്യാവുന്നതാണ്. ഡിറൈവ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ. ഡിറൈവ് എ റിലേഷൻ ബിറ്റ്വീൻ ഹാഫ് ലൈഫ് ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ സീറോ ഓർഡർ. അപ്പം ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും ഹാഫ് ലൈഫും ഡിറൈവ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും ഭാഗം കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ്റെ ഡിപ്പെൻഡൻസ് കഴിഞ്ഞു. പിന്നെ നമ്മൾ പഠിക്കുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ്. ആൻഡ് ഫോർ എവറി 10 degree റൈസ് ഇൻ ടെമ്പറേച്ചർ, ഓരോ 10 degree സെൽഷ്യസ് നിങ്ങൾ ചൂടാക്കുമ്പോഴും കൂട്ടുമ്പോഴും റിയാക്ഷൻ്റെ സ്പീഡ് ഓൾമോസ്റ്റ് ഡബിൾ ആവുന്നുണ്ട്. ഇങ്ങനെ ഡബിൾ ആകുന്നതിനെ നമ്മൾ പറയുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്നാണ്. എപ്പോഴും എക്സാക്റ്റ് ഡബിൾ ആവണമെന്നില്ല, ചിലപ്പം ഇരട്ടിയാകും, ചിലപ്പം 3 മടങ്ങാവും, ചിലപ്പോൾ അതിൻ്റെ ഇടയിലായിരിക്കും. അതുകൊണ്ട് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 2 to 3യുടെ ഇടയിലാണ്. എങ്ങനെ നമുക്ക് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇറ്റ് ഈസ് റേറ്റ് കോൺസ്റ്റന്റ് ഓർ റേറ്റ് അറ്റ് 10 degree സെൽഷ്യസ് കൂടുതലുള്ള റേറ്റ് K2/K1 ആണ്. സോ ദാറ്റ് ഈസ് റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് T degree സെൽഷ്യസ്, മേലെ റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് T+10 degree സെൽഷ്യസ് ആണ്. ടെമ്പറേച്ചർ ഓരോ 10 degree സെൽഷ്യസിലും സ്പീഡ് കൂടുന്നതായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് ആക്ടിവേഷൻ എനർജിയിലേക്ക് നമ്മൾ വരുമ്പോൾ ആക്ടിവേഷൻ എനർജിയുടെ ഡെഫിനിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യാൻ റിയാക്ടൻ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നതിനിടയിൽ അത് ചുമ്മാ റിയാക്ഷൻ നടക്കുകയല്ല, സം ആക്ടിവേഷൻ ഈസ് റിക്വയർഡ്. നമ്മുടെ കയ്യിലുള്ള റിയാക്ടൻ്റ് പ്രോഡക്റ്റ് ആകുന്നതിന് അതിനൊരു മിനിമം എനർജി ഉണ്ടാവണം. ആ മിനിമം എനർജി ഈസ് നോൺ ആസ് ത്രെഷോൾഡ് എനർജി. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കയ്യിലുള്ള റിയാക്ടന്റിന് ഓൾറെഡി ഒരു എനർജി ഉണ്ട്. മിനിമം എനർജി ത്രെഷോൾഡ് എനർജിയിലേക്ക് കിട്ടാൻ കുറച്ചുകൂടി എക്സ്ട്രാ എനർജി നമ്മൾ സപ്ലൈ ചെയ്യണം. ആൻഡ് ദാറ്റ് എക്സ്ട്രാ മിനിമം എനർജി ഈസ് യുവർ ആക്ടിവേഷൻ എനർജി. ഈ ആക്ടിവേഷൻ എനർജി ക്രോസ് ചെയ്താലേ, റിയാക്ടന്റിന് ഓൾറെഡി ഒരു എനർജി ഉണ്ട്, ഒരു ആക്ടിവേഷൻ എനർജി കൂടി കൊടുക്കണം. അത് ക്രോസ് ചെയ്താലേ പ്രോഡക്റ്റ് കിട്ടുള്ളൂ. ഈ എനർജി ബാരിയർ വലുതാണെങ്കിൽ റിയാക്ഷൻ വളരെ സ്ലോ ആണ്. എന്നാൽ ഫാസ്റ്റ് റിയാക്ഷൻസിൽ ആക്ടിവേഷൻ എനർജി കുറവായിരിക്കും. ഇങ്ങനെ ആക്ടിവേഷൻ എനർജി വെച്ച് നമുക്കത് പറയാം. ഒരു റിയാക്ഷൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, ഒരു റിയാക്ഷൻ നമ്മൾ വരയ്ക്കുമ്പോൾ റിയാക്ടൻറ്റും പ്രോഡക്റ്റും ഉണ്ട്. ഈ റിയാക്ടൻറ്റും പ്രോഡക്റ്റും തമ്മിലുള്ള എനർജി വ്യത്യാസമാണ് എൻതാൽപ്പി, ΔH. അങ്ങനെ ΔH കണ്ടുപിടിക്കാൻ ഫോർവേഡിൻ്റെ ആക്ടിവേഷൻ എനർജി മൈനസ് ബാക്ക്വേർഡിൻ്റെ ആക്ടിവേഷൻ എനർജി ചെയ്താൽ മതി. പോരെ? ആലോചിച്ച് നോക്കൂ, ഫോർവേഡ് മൈനസ് ബാക്ക്വേർഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഡിഫറൻസ് കിട്ടും. അങ്ങനെ ΔH ഒക്കെ കണ്ടുപിടിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിൽ. എപ്പോഴും നമ്മളോട് എക്സാമിന് ചോദിക്കാൻ പോകുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് വളരെ വ്യക്തമായി നമുക്ക് കോറിലേറ്റ് ചെയ്ത് തന്നത് അറീനിയസ് ഇക്വേഷനിലൂടെയാണ്. അദ്ദേഹം പറയുന്നു റേറ്റ് കോൺസ്റ്റന്റ് K ഈസ് ഈക്വൽ ടു Ae⁻ അതിൽ A എന്ന് പറയുന്ന പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടറിനെ ഫ്രീക്വൻസി ഫാക്ടർ എന്നും
e⁻ യിൽ കൊടുത്തിരിക്കുന്നതിനെ ബോൾട്സ്മാൻ ഫാക്ടർ എന്നും പറയും. അവിടെ E എന്നത് സൂചിപ്പിക്കുന്നത് ആക്ടിവേഷൻ എനർജിയാണ്. 6 നമ്മുടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റും ടെമ്പറേച്ചർ ഇൻ കെൽവിനിലുമാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ്പ്രഷൻ എഴുതിയിട്ട് ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയണം. K = e⁻ തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. The equation can also be written as ln K = -e⁻ plus ln A. നമ്മൾ ഇതിനെ log to the base 10 കൺവേർട്ട് ചെയ്താൽ ഇറ്റ് ഈസ് -EA/2.303 R 1/T1 plus log K. 2 ടെമ്പറേച്ചേഴ്സ് തന്നാൽ ഇതാണ് പ്രോബ്ലംസ് ചോദിക്കുക. 2 ടെമ്പറേച്ചർ T1 ടെമ്പറേച്ചറിൽ K1 എന്ന റേറ്റ് കോൺസ്റ്റന്റും T2 ടെമ്പറേച്ചറിൽ K2 എന്ന റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ട് ആക്ടിവേഷൻ എനർജി ചോദിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആറിൻ്റെ വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എടുത്താൽ ആക്ടിവേഷൻ എനർജി നമുക്ക് ജൂളിൽ കിട്ടും. ആറിൻ്റെ വാല്യൂ 2 കലോറി പെർ കെൽവിൻ പെർ മോൾ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനിൽ എടുക്കുന്നതെങ്കിൽ ആക്ടിവേഷൻ എനർജി കലോറിയിലായിരിക്കും നമുക്ക് കിട്ടുക. സോ അറീനിയസ് ഇക്വേഷൻ വെച്ച് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാൻ ചോദിക്കും. T1 ടെമ്പറേച്ചറും T2 ടെമ്പറേച്ചറും തന്നിട്ട് പ്രോപ്പറായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്യാം. ഇതിന്റെ ഗ്രാഫ് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ലൈൻ ആണ് വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. ഒന്നുകിൽ -EA/R ആയിരിക്കും സ്ലോപ്പ്, അല്ലെങ്കിൽ -EA/2.303 R. ഇറ്റ് ഡിപ്പെൻഡ്സ്. നാച്ചുറൽ ലോഗരിതം വെച്ചാണ് പ്ലോട്ട് ചെയ്യുന്നത്, ലോഗ് ടു ദ ബേസ് 10 വെച്ചാണ് പ്ലോട്ട് ചെയ്യുന്നത് എന്ന് നോക്കി മനസ്സിലാക്കണം. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. റേറ്റ് കോൺസ്റ്റൻസ് 500-ലും 700-ലും തന്നിരിക്കുന്നു. ആക്ടിവേഷൻ എനർജിയും അറീനിയസ് കോൺസ്റ്റന്റ് ഒക്കെ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ വാല്യൂസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റൈറ്റ് അറീനിയസ് ഇക്വേഷൻ ആൻഡ് മെൻഷൻ ദ ടേംസ്. വാട്ട് ഈസ് ദി എനർജി ഓഫ് ആക്ടിവേഷൻ ആൻഡ് ഹൗ ഇറ്റ് എഫക്ട്സ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. ആക്ടിവേഷൻ എനർജി കൂടിയാൽ റേറ്റ് കുറവാണ്, ആക്ടിവേഷൻ എനർജി കുറഞ്ഞാൽ ഫാസ്റ്റർ റിയാക്ഷൻ ആണ്. ഡ്രോ ദി പ്ലോട്ട് ഓഫ് log K വേഴ്സസ് 1/T. അത് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുള്ളത് നമുക്കറിയാം. അത് കഴിഞ്ഞ് നമുക്ക് മാക്സ്വെൽ ബോൾട്സ്മാൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് നമ്മൾ നോക്കുന്നു. അതായത് എല്ലാ മോളിക്യൂൾസിൻ്റെയും ഒരു ഗ്യാഷ്യസ് മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ ഗ്യാഷ്യസ് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നോർമലി ഒരു ഗ്യാഷ്യസ് മിക്സ്ചർ എടുത്താൽ 0 വെലോസിറ്റിയിൽ ആരുമില്ല, ഗ്യാസസ് കണ്ടിന്യൂസ് മൂവ് ചെയ്യാണ്. വളരെ ഹൈ കൈനറ്റിക് എനർജിയുടെ ഉള്ള ആൾക്കാരുടെ എണ്ണവും വളരെ കുറവാണ്. മെജോറിറ്റി ആൾക്കാരുടെയും കൈനറ്റിക് എനർജി ഒരു ഇന്റർമീഡിയറ്റ് കൈനറ്റിക് എനർജി ആയിരിക്കും. ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ ഇത് T ടെമ്പറേച്ചറിലാണ്. ടെമ്പറേച്ചർ കൂട്ടിയ സമയത്ത് ദിസ് ഈസ് T ടെമ്പറേച്ചർ ആൻഡ് ദിസ് ഈസ് T+10 ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ എനർജി കിട്ടിയപ്പോൾ കൈനറ്റിക് എനർജി കൂടി. അതുകൊണ്ട് തന്നെ എനർജി കൂടുതലുള്ള അഥവാ ആക്ടിവേറ്റഡ് ആയിരിക്കുന്ന മോളിക്യൂൾസിന്റെ എണ്ണം കൂടി. അങ്ങനെയാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ സ്പീഡ് കൂടുന്നത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ ഒരാളുടെ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ എനർജിയുള്ള ആക്ടിവേറ്റഡ് ആയിരിക്കുന്ന മോളിക്യൂൾസിന്റെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് സ്പീഡ് കൂടുന്നത്. അങ്ങനെ നമുക്ക് ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്നൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം, ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോഴും സ്പീഡ് ഓൾമോസ്റ്റ് ഡബിൾ ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് നമുക്ക് ഈ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവിൽ വളരെ വിസിബിൾ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാറ്റലിസ്റ്റിൻ്റെ എഫക്റ്റ് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ്. കാരണം കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാൻ സഹായിക്കുന്നയാളാണ്. എങ്ങനെയാണ് സ്പീഡ് നമ്മൾ കൂട്ടുക? ആലോചിക്കുക. നോർമലി ഒരു റിയാക്ഷൻ ആക്ടിവേഷൻ എനർജി ഉണ്ട്. സ്പീഡ് കൂട്ടണമെങ്കിൽ ആക്ടിവേഷൻ എനർജി കുറക്കണം. അപ്പോൾ കാറ്റലിസ്റ്റ് ചെയ്യുന്നത് ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ട് മറ്റൊരു വഴിയിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് സ്പീഡിനെ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഇറ്റ് ഇൻക്രീസസ് സ്പീഡ് വിത്തൗട്ട് ഇറ്റ് സെൽഫ് ബീയിങ് പെർമനൻ്റ്ലി കെമിക്കലി ചേഞ്ച്. അത് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാതെ സ്പീഡിനെ മാത്രം കൂട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ എനർജി പ്രൊഫൈൽസിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇത് കാറ്റലിസ്റ്റ് ഇല്ലാതിരുന്നപ്പോൾ ഒരാളുടെ ആക്ടിവേഷൻ എനർജി കൂടുതലായിരുന്നു, എന്നാൽ കാറ്റലിസ്റ്റിനെ ഉപയോഗിച്ചപ്പോഴേക്ക് ആക്ടിവേഷൻ എനർജി കുറഞ്ഞു. അങ്ങനെ ആക്ടിവേഷൻ എനർജി കുറച്ചിട്ടാണ് കാറ്റലിസ്റ്റ് റിയാക്ഷൻ ചെയ്യുന്നത്. കാറ്റലിസ്റ്റ് നമുക്ക് വളരെ കുറച്ച് എമൗണ്ടിൽ മാത്രമേ ആവശ്യം വരുള്ളൂ. ഒരു കാറ്റലിസ്റ്റ്
കാറ്റലിസ്റ്റ് ഒരിക്കലും എൻതാൽപ്പിയോ ഡെൽറ്റ ജിയോ ചേഞ്ച് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷന്റെ സ്പീഡ് കൂട്ടാൻ കാറ്റലിസ്റ്റിന് ഉപയോഗിക്കാം. നടക്കാത്ത ഒരു റിയാക്ഷൻ നടത്തിക്കാനല്ല, സ്പീഡ് കുറഞ്ഞ റിയാക്ഷൻസിന്റെ സ്പീഡ് കൂട്ടാനാണ് കാറ്റലിസ്റ്റിന് ഉപയോഗിക്കുക. ഇക്വിലിബ്രിയത്തിലൊന്നും കാറ്റലിസ്റ്റിന് എഫക്റ്റേ ഇല്ല. എന്തായാലും കാറ്റലിസ്റ്റ് എങ്ങനെ സ്പീഡ് കൂട്ടി എന്ന് ചോദിച്ചാൽ ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ടാണ്. സ്പീഡുമായി ബന്ധപ്പെട്ട് ഒരു റിയാക്ഷന്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് കൂട്ടുന്നത് ഏറ്റവും നന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത് കൊളീഷൻ തിയറിയിലൂടെയാണ്. നമ്മുടെ കയ്യിലുള്ള ആറ്റത്തിനെ, മോളിക്യൂൾസിനെ സ്ഫിയേഴ്സ് ആയിട്ട് അസ്യൂം ചെയ്യുക. ഈ സ്ഫിയറുകൾ കൂട്ടിയിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രോഡക്ട്സ് ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാ കൊളീഷൻസും എഫക്റ്റീവ് ആണോ? അല്ല. സ്ലോ മോഷനിൽ വന്ന് രണ്ടുപേർ ഇടിച്ചു കഴിഞ്ഞാൽ പ്രോഡക്ട്സ് ഉണ്ടാവില്ല. ഓൺലി ദോസ് കൊളീഷൻസ് ആർ എഫക്റ്റീവ് വിച്ച് ഹാസ് ഇനഫ് എനർജി. അപ്പൊ എനർജി പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് കൊളൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, കൊളീഷന്റെ നമ്പർ കൂടുതലൊക്കെ ആകുമ്പോഴാണ് ഒരാളുടെ കൊളീഷൻ സെറ്റവും നന്നായിട്ട് മാറുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് പെർ വോള്യാണ്. ഒരു യൂണിറ്റ് വോള്യത്തില്, ഒരു ചെറിയ വോള്യത്തില് നടക്കുന്ന കൊളീഷൻസിന്റെ നമ്പറാണ് കൊളീഷൻ ഫ്രീക്വൻസി. അങ്ങനെ നമുക്ക് കൊളീഷനിലൂടെയാണ് പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നത് എന്നറിയാം. കൊളീഷൻ എഫക്റ്റീവ് ആകണമെങ്കിൽ മോളിക്യൂൾസിന് മിനിമം എനർജി ആവശ്യമാണ്. അപ്പൊ ആക്ടിവേറ്റഡ് മോളിക്യൂൾസ് മാത്രമാണ് നമുക്ക് കൊളീഷൻ തരിക എന്നുള്ളത് ശ്രദ്ധിക്കുക. അതിന്റെ എക്സ്പ്രഷനിലേക്ക് വരുമ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു കൊളീഷൻ ഫ്രീക്വൻസി ഇൻറ്റു ആക്ടിവേറ്റഡ് മോളിക്യൂൾസിന്റെ നമ്പർ ആണ് ബോൾട്സ്മാൻ ഫാക്ടർ. അത് അറീനിയസ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും നമുക്കത് മനസ്സിലാവും. കെ ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. അതേപോലെ ഇവിടെ റേറ്റ് കൊളീഷൻ ഫ്രീക്വൻസി ബിറ്റ്വീൻ എ ആൻഡ് ബി, ബൈ മോളിക്കുലർ കൊളീഷൻ, രണ്ടുപേരുടെ കൊളീഷൻ ആണെന്ന് പറയുന്നു. എന്നാൽ ഇത് മാത്രം പോരാ എന്നും ആക്ടിവേറ്റഡ് മോളിക്യൂൾസ് ഉണ്ടായതുകൊണ്ട് മാത്രം നന്നായിട്ട് നടക്കൂല, ഓറിയന്റേഷൻ വളരെ പ്രധാനമാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്തു. റേറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഫാക്ടർ ഓർ സ്റ്റെറിക് ഫാക്ടർ ഇൻറ്റു കൊളീഷൻ ഫ്രീക്വൻസി ഇൻറ്റു നമ്പർ ഓഫ് ആക്ടിവേറ്റഡ് മോളിക്യൂൾസ്. അങ്ങനെ കൊളീഷൻ തിയറി കൺക്ലൂഡ് ചെയ്യുന്നത് ആക്ടിവേഷൻ എനർജിയും പ്രോപ്പർ ഓറിയന്റേഷനും ഉള്ള മോളിക്യൂൾസ് മാത്രമേ പ്രോഡക്റ്റ് തരുള്ളൂ. എനർജി മാത്രം ഉള്ളത് കൊണ്ട് നമുക്ക് പ്രോഡക്റ്റ് കിട്ടണമെന്നില്ല, പ്രോപ്പർ ഓറിയന്റേഷൻ നിർബന്ധമായിട്ടും ഉണ്ടാവണം. കൊളീഷൻ തിയറി മോളിക്യൂൾസിന്റെ സ്ട്രക്ചറുകളെ പറ്റി ഒന്നും പരിഗണിക്കുന്നില്ല, കാരണം എല്ലാവരെയും ഹാർഡ് സ്ഫിയേഴ്സ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അത് അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. ബട്ട് സ്റ്റിൽ കൊളീഷൻ തിയറിയുടെ എക്സ്പ്രഷനും ആ ഓരോ എക്സ്പ്രഷൻ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതും പറയണം. e raised to minus e by rt fraction of molecules with or fraction of activated moleculesനെയാണ് സൂചിപ്പിക്കുക. അങ്ങനെ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ദി എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ ദി റിയാക്ഷൻ റേറ്റ്, കാറ്റലിസ്റ്റിന്റെ എഫക്റ്റ് പറയാം, ബൈമോളിക്കുലർ കൊളീഷൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാം, വൈ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഡബിൾസ് ഫോർ എവറി 10 degree റൈസ് ഇൻ ടെമ്പറേച്ചർ, ഓരോ 10 degree കൂടുമ്പോഴും എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്, ആക്ടിവേറ്റഡ് മോളിക്യൂൾസിന്റെ നമ്പേഴ്സ് കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിൽ ബോർഡ് എക്സാമിന്റെ വൺ ഷോട്ട് അല്ലെങ്കിൽ ഒരു ക്വിക്ക് റിവിഷനിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ. സോ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.